പലപ്പോഴും തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ എടുക്കുന്ന പല കാര്യങ്ങളും എന്താ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളായിരിക്കും വരുന്നത്. നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത തരത്തിൽ. കാരണം കുറച്ച് ബുദ്ധിയുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ച് കയറി പോകത്തില്ല. തമിഴ്നാട് പ്രത്യേക രാജ്യമാക്കണം, തമിഴ് ഭാഷയെക്കുറിച്ചും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഒരു പുതിയ തീരുമാനമായിട്ടാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് തമിഴിൽ തന്നെ പേര് നൽകണം എന്നുള്ളത്. അതിന് പ്രത്യേക വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തമിഴ് മനസ്സുകളെ കീഴടക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഭാഷാഭ്രാന്തം പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനായ കരുണാനിധി ഒരു കാലത്ത് ഇതുപോലെ ചെയ്തത്. തമിഴ്നാട്ടിന് സ്വയംഭരണം വേണമെന്ന് പറഞ്ഞായിരുന്നു. പൊട്ടി പാളീസായത് കോൺഗ്രസ് ഭരണകാലത്തായിരുന്നു. BJP ഭരിക്കുമ്പോഴല്ല. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അദ്ദേഹം അടങ്ങി ഒതുങ്ങി തമിഴ് സിനിമകളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടും MGRനെ വലിയ മഹാനടനാക്കി വളർത്തിക്കൊണ്ടും ആ MGR തന്നെ അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. ഭരണത്തിൽ നിന്ന് ആ കാലം അത്രയും കരുണാനിധി നിഷ്ക്രമിക്കുകയും ചെയ്തു. അത്രയും അദ്ദേഹത്തെ ചെയ്തു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഒരു തമിഴ് ഈഴം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമത്തില്ല. തമിഴ് നാട്ടുകാർ അത്ര ഭാഷാഭ്രാന്തന്മാരാണോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഇല്ല. അവർക്ക് ജീവിച്ചു പോകണം. അവരുടെ ഏറ്റവും വലിയ ഭ്രാന്തം എന്ന് പറയുന്നത് കോവിലുകളാണ്. കേരളത്തിലെ പോലുള്ള മുട്ടിന് കോവിലുകളുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തിന് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ പോയാലും കാണാം ആ കോവിലുകളുടെ സംസ്കാരം. തമിഴ് സംസ്കാരത്തിൻ്റെ അതേ രീതിയിലുള്ള പെയിൻറ്റിങ്ങുകൾ കൊടുത്ത കാവ്യയും വെള്ളയും മാറി മാറി തേച്ച കോവിലുകളുമൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലും തമിഴ് മാതൃകയിൽ ഉള്ള വാസ്തുശില്പം ഉള്ള ഒരു ക്ഷേത്രമാണ്. പത്മനാഭപുരത്ത് പോയാലും ആ വാസ്തുശില്പം തന്നെ ആ വൻ സ്വാധീനമുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, കോവിലിനോടുള്ള അത്രയും സ്നേഹമൊന്നും ഭാഷയോടൊന്നും അവർക്കില്ല. ശരിയാണ്, മഹത്തായ ഒരു ഭാഷയാണ്, ദ്രാവിഡ ഭാഷയാണ്, സംഘകാല തമിഴ്, ചെന്തമിഴ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ സ്റ്റാലിൻ്റെ തമിഴല്ല അതൊന്നും മഹത്തായ സാഹിത്യകൃതികൾ. അത് പുള്ളി പറഞ്ഞ ഒരു വാക്ക് ഞാൻ വായിക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് മനോഹരമായ തമിഴ് പേരുകൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെൻ്റെ അപേക്ഷയാണ്. ഇങ്ങനെയാണ് ഇതെൻ്റെ അപേക്ഷയാണ്, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ട് വെബ്സൈറ്റ് ഒക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൽ രസകരമായിട്ട് തോന്നിയത് MK സ്റ്റാലിൻ. അതാണ് ഞാൻ ചിരിച്ചത്. അതുകൊണ്ടാണ് ഈ MK സ്റ്റാലിൻ എന്നുള്ള പേര്. അതെന്താ തമിഴാണോ? സ്റ്റാലിൻ്റെ പേരല്ലേ? ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ പേര്. എത്രയോ പേരെ കൊന്ന സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ തന്നെ നാട് കടത്തി. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ സ്വെറ്റ്ലാന, അദ്ദേഹത്തെക്കുറിച്ച് ജീവചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെങ്ങനെ പേടിച്ചാണ് ആ വീട്ടിൽ ജീവിച്ചിരുന്നത്, ഭാര്യയെ ഏത് തരത്തിലാണ് പീഡിപ്പിച്ചതെന്ന് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ. 100 കൂടുതൽ ബന്ധങ്ങളുണ്ടായിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അവിടെ പോയ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ലാറ്റിൻ അമേരിക്കയിൽ ക്രൂരമായിട്ട് വധിച്ച, ലക്ഷങ്ങളെ തനിക്കെതിരായി തീരുമെന്ന് വിചാരിച്ച് പേടിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. അവരെല്ലാം കൊന്ന ഒരു ഭരണാധികാരിയായിരുന്നു സ്റ്റാലിൻ. സ്റ്റാലിനെതിരെ ക്രൂഷ്ചേവ് ആദ്യമായിട്ട് അവിടെ CPSU മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു സ്റ്റാലിൻ ക്രൂരനായ ഭരണാധികാരിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പടമെടുത്ത് മാറ്റി അദ്ദേഹത്തെ അവമതിച്ചു. ആ അവമതിച്ച സമയത്ത് അവിടെ ഇരുന്ന CPSUവിൽ ഒരു അംഗം ചോദിച്ചു, ഇതെന്താണ് സ്റ്റാലിൻ എന്ന സമയത്ത് താങ്കൾ പറയാം? അപ്പോൾ ആ ക്രൂഷ്ചേവ് തൻ്റെ പോക്കറ്റിൽ നിന്ന് റിവോൾവർ നീട്ടി. അപ്പോൾ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കും എന്ന് ക്രൂഷ്ചേവ് പറഞ്ഞു. മിണ്ടിയില്ല. ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ നിശബ്ദനായിരിക്കുന്നു? അതുകൊണ്ടാണ് അന്ന് ഞാനും നിശബ്ദനായിരിക്കുന്നത്. അത്ര ക്രൂരനായ ഒരു ഭരണാധികാരിയാണ് ആ സ്റ്റാലിൻ. ആ സ്റ്റാലിൻ്റെ പേരിട്ടത് സ്വയം പേരിട്ടതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരുണാനിധി, അദ്ദേഹവും വലിയൊരു തമിഴ് പക്ഷപാതിയായിരുന്നു. തമിഴ് സ്വയംഭരണത്തിന് വേണ്ടി വാദിച്ച. ഇതൊന്നും തെറ്റില്ല. സ്വന്തം പേര് ആദ്യം തിരുത്തിയിട്ട് പോരെ. എന്ത് തമിഴ് പേരുകൾ എത്രണ്ണമുണ്ട്? ആ പേരൊന്ന് തിരുത്തിയതിന് ശേഷം പോരെ നിങ്ങൾ ഈ മറ്റുള്ളവരുടെ പേരുകൾ തിരുത്താൻ നടത്തുന്നത്. എന്താ പ്രശ്നമെന്ന് അറിയോ? ഹിന്ദി സിനിമാ നടികളുടെയും നടന്മാരുടെയും ഒക്കെ നല്ല പേരുകളുണ്ട്. തമിഴ്നാട്ടുകാർ ധാരാളമായിട്ട് എതിരുന്നുണ്ട്. ഇപ്പോഴും കുഴപ്പമില്ല. ഭാരതി എന്നൊക്കെ പേര് സുലഭമാണ് തമിഴ്നാട്ടിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, തമിഴ്നാട്ടിലെ പേരുകളൊക്കെ. കരുണാനിധിയുടെ പേര് കറക്റ്റായിരുന്നു, കനിമൊഴിയുടെയും പേര് കറക്റ്റാണ്, തമിഴ് വാക്കുകളാണ്. അണ്ണാദുരയുടെയും പേര് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പിന്നെ കുഴപ്പം പുതുതലമുറക്കാർ ഹിന്ദി സിനിമയൊക്കെ ആവേശഭരിതരായിട്ട് ഹിന്ദി സിനിമ നടന്മാർ നടികളുടെയൊക്കെ പേരിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുമോ സ്റ്റാലിനെ? നീ ഹിന്ദി സിനിമ കാണുന്നത് അവരിൽ നിർത്താൻ പറ്റുമോ? ഹിന്ദി സിനിമയിലെ നടന്മാരെ കണ്ടിട്ട് ഫസ്റ്റ് ക്ലാസ് എന്നാണ് തമിഴ് പെണ്ണുങ്ങൾ പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്. അവർ അത്ര ആരാധിക്കുന്നു സിനിമയിലെ രംഗങ്ങളെ. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ കൂടെ പഠനത്തിനായിട്ട് തമിഴ് സിനിമകൾ കാണില്ല സാർ. കുറച്ചുകൂടെ ഈ വളരും തോറും, അതായത് നമ്മുടെ വർഷങ്ങൾ കഴിയും തോറും, നമ്മുടെ ഒരു പുതിയ ജനറേഷൻ വരും തോറും
എല്ലാത്തിലും ഇപ്പോൾ വേഷപ്പകർച്ചയിൽ മാത്രമല്ല നമ്മുടെ സംസാരത്തിലും നമ്മുടെ പേരുകൾ പോലും വ്യത്യാസം. ഇപ്പോൾ മലയാളത്തിൽ പഴയ പോലെ രാജപ്പൻ അല്ലെങ്കിൽ യേശുദാസൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഇപ്പോൾ ഇടുമോ? അപ്പോൾ പിള്ളേരെ അടുത്ത് ദൂരെ കളയുക ഇങ്ങനെയുള്ള പേരുകൾ പിള്ളേരെ തന്നെ ചിലപ്പം വളർന്നു വരുമ്പോൾ. അപ്പം അത്തരത്തിൽ വീണ്ടും ഈ ഒരു തമിഴ് പേരുകളിലേക്ക് വേണമെന്ന് നിർണ്ണയിക്കുമ്പോൾ അവിടെയും കുറച്ച് പുരോഗതി വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. പേരുകളുടെ ഇടയിൽ അവർ നല്ല യുക്തിപൂർവ്വം പേരൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇനി പഴയതുപോലെ മറ്റേ അണ്ണാമലൈ, കരുണാനിധി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പേരുകൾ ഇടാൻ അവർക്കൊരു ബുദ്ധിമുട്ട് കാണും. തലമുറകൾക്ക്, അതായത് വരുന്ന തലമുറകൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഇടിച്ച് നിൽക്കത്തൊക്കെ അവരുടെ പക്ഷേ ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും ഡിഗ്നിറ്റി മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ അത് പേരിൽ ചിലവർക്ക് ഭയങ്കര ഒരു ഇത് തോന്നാൻ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇതൊരു കോംപ്ലക്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഈ പേരുകളൊന്നും ഗവൺമെൻറ് കൊടുക്കേണ്ട കാര്യമില്ല. ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ പേരിന് അവിടെ ക്ഷാമമില്ല, ഭക്ഷണത്തിനാണ് ക്ഷാമം. അതുകൊണ്ടാണ് ഇവിടെ ആക്രി കച്ചവടം ചെയ്യാനും ഒക്കെ തമിഴ് മക്കൾ ഇവിടെ വരുന്നത്. ആക്രി കച്ചവടം ചെയ്ത് അവർ നേടുന്നുണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കിക്കൊണ്ട് കടകളിൽ കൊടുത്തുകൊണ്ടുമൊക്കെ. നിങ്ങളുടെ നാട്ടിലെ ഭക്ഷണത്തിൽ അവർ തൃപ്തരല്ല, അവർക്ക് വേണ്ടവണ്ണം വരുമാനം കിട്ടുന്നില്ല. അതിൽ ശ്രദ്ധിക്കൂ. പേരിൻ്റെ കാര്യം അച്ഛനും അമ്മയും ഒക്കെ നോക്കിക്കൊള്ളുന്നേ. ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടില്ലേ, ഇത്തരത്തിൽ ആരാന്ന് പറഞ്ഞാൽ തമിഴിൽ തന്നെ ഒപ്പിട്ട് മോദിയാന്ന് തോന്നുന്നു പറഞ്ഞല്ലേ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തമിഴിൽ തന്നെ ഒപ്പിട്ട് വരാൻ. ഇപ്പൊ സാധാരണ എല്ലാവരും എഴുതുന്ന ഇംഗ്ലീഷിൽ ഒരു സിഗ്നേച്ചർ, നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ് കൂടുതൽ വിഭാഗം ആൾക്കാർ എഴുതുന്നത്. തമിഴിലോ മലയാളത്തിലോ അങ്ങനെ സ്വന്തം ഭാഷയിൽ എഴുതുന്ന അപൂർവമായിട്ടുള്ളവരേ ഉള്ളൂ. എല്ലാവരും ഇപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ പോയാലും, ഈ സംസ്ഥാനത്ത് നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ പോയാലും, കർണാടകയിൽ പോയാലും എല്ലാവരും കൂടുതലും ഇംഗ്ലീഷ് സിഗ്നേച്ചറുകളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തമിഴ് തന്നെ ഇനി സിഗ്നേച്ചർ ഇട്ടാൽ മതി എന്നുള്ളൊരു ഇത് വരും. MK സ്റ്റാലിൻ ഏത് രീതിയിലാണ് സിഗ്നേച്ചർ ഇടുന്നത്? അതെ, അല്ലിപ്പോൾ അങ്ങനെ ഉത്തരവ് കൊടുത്തിരിക്കുക. തമിഴിൽ ഇനി മുതൽ തമിഴിൽ ഒപ്പിടണമെന്ന് ഉത്തരവ് കൊടുത്തിരിക്കുക. അങ്ങനെ വന്നിരിക്കുക, തമിഴിൽ ഒപ്പിടണം, ഇംഗ്ലീഷിൽ ഒപ്പിടരുത്. ഇംഗ്ലീഷ് ഭരണം കൊണ്ടാണ് ഈ ചെന്നൈ എന്ന് പറയുന്ന നഗരം ഇത്രയും പുരോഗമിച്ചത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അല്ല, ഈ കരുണാനിധിയൊന്നും അല്ലാതെ ആ നഗരം പടുത്തുയർത്തിയത്. സെൻറ്റ് ജോർജ് ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്ന അദ്ദേഹം ഈ ഇന്ന് ഭരിക്കുന്ന സ്ഥലത്തിൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര്. അത് ഈ കരുണാനിധി കുടുംബക്കാരുണ്ടാക്കിയതല്ല. അവരെ അഴിമതിയിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടേ ഉള്ളൂ. അവർ നടത്തുന്നതോ CBSE സ്കൂളുകൾ. പ്രധാന ഭാഷ എന്ന് പറയുന്നത് അവിടെ ഹിന്ദിയാണ്. MK സ്റ്റാലിൻ്റെ മകൻ തന്നെ നടത്തുന്നുണ്ട് 40 നോക്കൂ CBSE സ്കൂളുകൾ. അതായത് നമ്മുടെ SNDPക്കുള്ളത്ര തന്നെ സ്കൂളുകളായിട്ട് അവിടെ നടത്തുകയാണ്. കേന്ദ്രത്തിൻ്റെ ഭാഷയായിട്ടുള്ള, ദേശീയ ഭാഷയായിട്ടുള്ള, രാഷ്ട്രഭാഷയായിട്ടുള്ള, രാജഭാഷയായിട്ടുള്ള ഈ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഹിന്ദിയാണ് പഠിച്ചത്, തമിഴല്ല പഠിച്ചത്. ഇതിന് കാപട്യമാണെന്നേ, വെറും കാപട്യം. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, അതായിക്കോട്ടെ, നിങ്ങൾ തമിഴ് പേരുകളും കൊടുത്തു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ തമിഴിന് സ്വാതന്ത്ര്യമുള്ളതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഭാഷയ്ക്ക് ഒരു വിലയില്ലേ? നോക്കൂ, നമ്മുടെ തിരുവിതാംകൂർ എന്ന് പറയുന്ന പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കോട്ടുള്ള പ്രദേശങ്ങൾ, നാഗർകോവിൽ, കന്യാകുമാരി, മാർത്താണ്ഡം, ഈ പ്രദേശങ്ങളിലെല്ലാം ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. മലയാളത്തെ സ്നേഹിക്കുന്ന ജയമോഹൻ എന്ന് പറയുന്ന ആളുണ്ട്, മലയാളിയാണ്. അംശി നാരായണപിള്ള തമിഴ്നാട്ടിലാണെങ്കിലും മലയാളിയാണ്. ടി. സുകുമാരൻ നായർ തെക്കൻ കേരളത്തിൽ ജനിച്ചതാണ്, തമിഴ്നാടാണ്. അതിപ്പോൾ മലയാളത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം, പാട്ടുകൾ എഴുതിയിട്ടുള്ള ഭാഷാ പണ്ഡിതൻ. അറിഞ്ഞു. അപ്പോൾ അവരുടെ ഭാഷ സംസാരിക്കുന്നത് അവരുടെ പിൻതലമുറക്കാർ പിന്തുടർന്നാൽ അവർക്ക് ജോലി കിട്ടില്ല തമിഴ്നാട്ടിൽ. തമിഴിൽ എഴുതണം. മലയാളം പഠിച്ചാൽ പോരാ, തമിഴിൽ പരീക്ഷ എഴുതി. കേരളം അതുപോലെ ഒരു നിബന്ധന വെച്ചാൽ, കേരളം തമിഴ്നാട്ടുകാരെ ബഹുമാനിക്കുന്നുണ്ട്. നമ്മുടെ ആകാശവാണി തിരുവനന്തപുരം തന്നെ തമിഴ് ഭാഷകൾക്കായിട്ട്, തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായിട്ട് പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. നോക്കൂ, നിങ്ങളെന്താ ചെയ്തത്? ആകാശവാണി എന്ന് പറയുന്ന ആൾ ഇന്ത്യ സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾ വാനൊലി നിലയമെന്ന് മാറ്റി, നിങ്ങളുടെ ഭാഷാഭ്രാന്തിൻ്റെ പേരിൽ. നിങ്ങളിപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു റേഡിയോ ആണെങ്കിൽ നിങ്ങൾ അതിനാ വാനൊലി നിലയം എന്നിട്ടോ, ആർക്കും വിരോധമില്ല. പക്ഷേ ഒരു ദേശീയ സ്വത്വത്തിൻ്റെ പേര് മാറ്റാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് മറ്റ് ഭാഷകൾ ഉണ്ടാക്കുന്ന പ്രശ്നം? ഇംഗ്ലീഷ് നിങ്ങൾക്ക് പ്രശ്നം, ഹിന്ദി നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങളുടെ ഭാഷ മാത്രം മതി. അവിടെ മറ്റാർക്കും അപ്പം ഞങ്ങൾ കേരളം കൂടി അങ്ങനെ ഒരു നയം സ്വീകരിച്ചാൽ ഇവിടെയുള്ള കന്നഡക്കാരെങ്ങനെ ഗവൺമെൻറ് ടെസ്റ്റുകളിൽ എവിടെ ജോലിക്ക് വരും? തമിഴ്നാട്ടുകാരെങ്ങനെ സെക്രട്ടേറിയറ്റിൽ കയറും? ഞങ്ങൾ ആ ഭാഷാ ഭ്രാന്തമൊത്ത് ഓരോരുത്തരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിങ്ങളതുപോലെ തന്നെ തമിഴ്നാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ്, അവർ എവിടെ ചെന്നാലും തമിഴിൽ മാത്രമേ സംസാരിക്കൂ. കേരളത്തിൽ വന്നാലും ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോഴും അതേ ഭാഷ ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്രതം എടുത്തു കഴിഞ്ഞാലോ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളെടുത്തു കഴിഞ്ഞാലോ, നോക്കണം, പരസ്പര ബഹുമാനം വേണം ഭാഷകൾക്ക്. ബംഗാൾ അങ്ങനെ ഒരു തീരുമാനം, നിങ്ങളുടെ ഭാഷയെക്കാളും മഹത്തായ ഭാഷയാണ്, നൊബേൽ സമ്മാനം കിട്ടിയ ഭാഷയാണത്. അതുപോലെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി?
അവിടെ ഇങ്ങനെ വരുമ്പോൾ പലരും പല ഭാഷകൾ സംസാരിക്കും, പരസ്പരം മനസ്സിലാവുകയില്ല എന്നൊരു സ്ഥിതിയിലേക്കല്ലേ നമ്മൾ പോവുക. അപ്പോൾ ഒരു മാനക ഭാഷ വേണം. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, നമ്മളെ ബന്ധിക്കുന്ന ഒരു ലിംഗ്വ ഫ്രാങ്ക. ആ ഭാഷയെ നിങ്ങൾ എതിർക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പാകിസ്ഥാൻ ഇപ്പോൾ എങ്ങനെ ഇന്ത്യയെ പേടിക്കുന്നു, അതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP നിങ്ങൾ ഭയക്കുന്നു. BJPയും അതുപോലെ ADMKയും പിന്നെ വിജയ് സൂപ്പറിൻ്റെ പാർട്ടിയും നാം തമിഴർ പാർട്ടിയും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ, ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ തോറ്റ അമ്പും. ആ പേടി കൊണ്ടാണ് ഭാഷാഭ്രാന്തൊക്കെ അങ്ങോട്ട് വളർത്തിയെടുത്ത് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ വോട്ടർമാരെ ഭ്രാന്തന്മാരാക്കിക്കൊണ്ട് ജയിക്കാമെന്നാണ് വിചാരമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, ഏശാൻ പോകുന്നില്ല എന്ന് മാത്രമേ.